അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം കാസർഗോഡ് പോയ പ്രോഗ്രാമിൻ്റെ ബാക്കിയാണ് കേട്ടോ കാണിക്കണം. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കാണിക്കാം. ആദ്യം തന്നെ ഞങ്ങൾ ജഡ്ജസിനെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ ജഡ്ജ്മെൻറ്റിനായിട്ട് ഇറങ്ങിയത്. ഷോകളിലൂടെ നമുക്കൊക്കെ പരിചിതയായി മാറിയ ശ്രീമതി മിസ് റിയ ഷിജാർ ഞങ്ങളുടെ രണ്ടാമത്തെ ജഡ്ജാണ്. അപ്പോൾ കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു ഈ പ്രോഗ്രാം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എത്താറായപ്പോൾ തന്നെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു, വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നതൊക്കെ. അപ്പോൾ വൈകിട്ട് 4 മണിക്ക് തുടങ്ങി അവിടെ ആളുകളൊക്കെ വരാൻ തുടങ്ങിയെന്നൊക്കെ അവരുടെ സംഘാടകർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ നമ്മളവിടെ എത്തിയത് ഒരു 7 മണിയാവാറായപ്പോഴാണ് നമ്മളവിടെ എത്തിയത്. അപ്പോൾ എല്ലാ അറേഞ്ച്മെൻറ്റ്സും എല്ലാം ചെയ്തതിന് ശേഷമാണ് ജഡ്ജസ് അവിടെ എത്തിയത് കേട്ടോ. അപ്പോൾ ടേബിളിലെല്ലാം ഒരു ഡിസ്പ്ലേയിലെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ജഡ്ജസ് അപ്പോൾ 3 കാറ്റഗറി ആയിട്ടായിരുന്നു മത്സരം നടന്നത്. ഒന്ന് ബിരിയാണി ഉണ്ടായിരുന്നു, ഡെസേർട്ട് ഉണ്ടായിരുന്നു, കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണിയുടെയാണ് ഞാനും തസ്നീം അസീസും പിന്നെ വേറെ ബാംഗ്ലൂരുള്ള തെസ്ലിത്ത ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തെസ്ലിത്തയുടെ നാട് കാസർഗോഡ് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരുമായിരുന്നു ബിരിയാണിയുടെ. അവിടെ നമ്മൾ ചെന്ന് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് സന്തോഷം, ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഇതൊക്കെ ആയിട്ടോ. കാരണം എന്ന് വെച്ചാൽ അത്രയധികം വലിയൊരു ക്രൗഡും അതിൻ്റെ സാധാരണ നമുക്ക് കൃഷിയൊക്കെ ആകുമ്പോൾ നമ്മൾ ആ മത്സരിക്കുന്നവർ അവരുടെ ഒപ്പം വരുന്ന ഒരാൾ 2 ആൾ അങ്ങനെയൊക്കെയാണ് കാണാറ്. പക്ഷേ ഇതെന്ന് വെച്ചാൽ വലിയ അവിടെ ഒരു ഇഷൽ നൈറ്റൊക്കെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേൾക്കാനും മാപ്പിളപ്പാട്ട് ഇതൊക്കെ കേൾക്കാനും ഒക്കെ ആയിട്ട് നിറഞ്ഞ സദസ്സായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ എല്ലാം ഞാനിങ്ങനെ വീഡിയോയിൽ പകർത്തിയിട്ടാണ് ഓരോ ആളുകളും തയ്യാറാക്കി കൊണ്ടുവന്നതും നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നല്ല വെറൈറ്റി ആയിരുന്നു. ഒന്നിന് വ്യത്യസ്തമായിട്ടുള്ള ഡിഷസും അതിൻ്റെ ഡിസ്പ്ലേ ഡെക്കറേഷനും ഇതൊക്കെയാണെങ്കിലും അങ്ങനെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന അത്ര ഇതായിരുന്നു കേട്ടോ. പക്ഷേ ഈ പുഡിങ്ങുകളൊക്കെ കണ്ടപ്പോൾ നമുക്ക് കോരി കഴിക്കണമെന്നൊക്കെ തോന്നി. പക്ഷേ പുഡിങ്ങിൻ്റെ ജഡ്ജസ് വേറെ ആയിരുന്നു. പക്ഷേ നമ്മൾ ഇത് കോർഡിനേറ്റ് ചെയ്യാൻ നോക്കാൻ അവർ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും ടൈം കിട്ടിയില്ല. കാരണം അത്രയധികം ബിരിയാണി ടേസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ഇതും കൂടി വന്ന് നോക്കാനായിട്ടുള്ള ടൈം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഒരു പക്ഷേ അവർ 4 മണിക്ക് ഇത് സ്റ്റാർട്ട് ടേസ്റ്റ് ചെയ്യുന്ന ജഡ്ജ്മെൻറ്റ് ഇതൊക്കെ 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ അതിനൊക്കെ നല്ല സമയം സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഓരോ ആളുകൾ ചിലപ്പോൾ കുറച്ച് പേര് വന്ന് കുറച്ച് പേര് വന്നില്ല, എല്ലാവരും ഒത്ത് വന്ന് പിന്നെ ഇതൊക്കെ റെഡിയായി കിട്ടാൻ വേണ്ടി പിന്നെ കുറച്ച് സമയം എടുത്തിരുന്നു. പിന്നെ ജഡ്ജസും എല്ലാവരും എത്തി. അപ്പം ഞങ്ങൾ ഹോട്ടലിൽ രാവിലെ വന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വരാനുമൊക്കെ പിന്നെ പല സമയത്താണ് വന്നതൊക്കെ വൈകിയിരുന്നു. ഇത് കേക്കിൻ്റെ സെക്ഷനാണ് കേട്ടോ. കേക്കൊക്കെ കണ്ടില്ലേ, ചക്കയുടെ പല പല തീമുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചക്കയുടെ 2-3 പേര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കലാരൂപങ്ങൾ, ഇന്ത്യൻ കലാരൂപങ്ങൾ വെച്ചത്. പിന്നെ ഇത് കണ്ടില്ലേ, നമ്മൾ ഭീകരാക്രമണം ഉണ്ടായ ഇതിൻ്റെ സംഭവം, അങ്ങനെ അതെല്ലാം ഇത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോരോ ഓർമ്മകളും ഓരോ ചരിത്രം ഉണർത്തുന്ന കാര്യങ്ങളൊക്കെ അവർ കേക്കിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും എനിക്കിതൊന്നും ടേസ്റ്റ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായില്ല കേട്ടോ. കാരണം ഞാൻ കംപ്ലീറ്റ് ബിരിയാണിയുടെ അടുത്തായിരുന്നു അങ്ങനെ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ബിരിയാണി കുറച്ച് നമ്മൾ അധികം നേരം നിന്ന് ടേസ്റ്റ് ചെയ്യണം. കാരണം നമ്മൾക്ക് ആ വരുന്ന അവരുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നല്ല ഒച്ചത്തിൽ അവിടെ മാപ്പിളപ്പാട്ട് ഇതൊക്കെ സ്റ്റേജിൽ അരങ്ങേറിയായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾക്ക് ഇവിടെ ഇവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവരുടെ റെസിപ്പിയൊക്കെ നോക്കി പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ അവർ നിർത്തുമ്പോൾ സംസാരിക്കുകയും ഇതൊക്കെ ചെയ്തു. പക്ഷേ നമ്മൾ അവരായിട്ട് സംസാരിക്കാൻ ചോദിച്ചറിയാം, അത് ശരിക്കും ടേസ്റ്റ് ചെയ്യാം. അവർ പിന്നെ ഒരുപാട് വിഭവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ബിരിയാണി ആകുമ്പോൾ ബിരിയാണിയുടെ ഒരു ടേസ്റ്റാണ് മെയിനായിട്ട് നോക്കുന്നത്. പിന്നെ ഡെക്കറേഷനും ഇതൊക്കെ മാർക്ക് വേറെ ഉണ്ട്. പക്ഷേ എന്നാലും അപ്പോൾ അതെല്ലാവരെയും നമ്മൾ ബഹുമാനിക്കണം. വന്നിരിക്കുന്ന എല്ലാവരെയും. അവരിപ്പോൾ കുറച്ച് ഡെക്കറേഷൻ ചെയ്തവരുണ്ടാകും, കൂടുതൽ ഡെക്കറേഷൻ ചെയ്തവരുണ്ടാകും. പിന്നെ പല ഏജിലുള്ള ആളുകളുണ്ടായിരുന്നു കേട്ടോ. ചെറിയ കോളേജിലൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് മുതൽ പിന്നെ പ്രായമുള്ള ഉമ്മമാർ വരെയൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും നമ്മൾ ബഹുമാനിച്ചുകൊണ്ട് തന്നെ അവരുടെ ഫുഡ് തന്നെ നമ്മളിങ്ങനെ ഒരു സന്തോഷത്തോടുകൂടി നമുക്ക് തരുന്ന ഇത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ കഴിച്ചിട്ട് പിന്നെ അവർ ഡ്രിങ്ക്സൊക്കെ എടുത്ത് തരും, കുടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരാരും അവർക്ക് ഫസ്റ്റ് കിട്ടി തന്നെങ്കിലോ എന്ന് പ്രതീക്ഷിച്ചൊന്നുമല്ല. അതാണ് കാസർഗോട്ടുകാരുടെ സ്നേഹം കേട്ടോ. അവരുടെ സ്നേഹം ഞാൻ പല പ്രാവശ്യം ഇവിടെ വന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എനിക്കിവിടെ അവസരം കിട്ടുമ്പോൾ ഞാൻ വീണ്ടും ഇവിടെ വരെയും ഇതൊക്കെ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ
ഭാഗ്യവാന്മാരുണ്ട്. കാരണം നമ്മളുടെ ഇവിടെ എറണാകുളത്തൊന്നും ഇത്രയും സമയം ഉണ്ടാവാറില്ല ഇങ്ങനെ ഇതൊക്കെ ഒപ്പിച്ചെടുക്കാനും ഇതൊക്കെ. പിന്നെ അതിൻ്റെ പാഷനുള്ളവർ അതിനായിട്ട് ചെയ്യുകയും ഇതൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അതെ അവർ അതിൻ്റെയൊക്കെ പ്ലേറ്റിംഗ് ഒക്കെ ആണെങ്കിലും അവരെത്ര കഷ്ടപ്പെട്ടായിരിക്കും കൊണ്ടുവന്നിരിക്കുന്നത്. മലപ്പുറത്തുള്ളവരും അങ്ങനെ വേറെ ഡിസ്ട്രിക്റ്റിലുള്ള ആളുകളും എല്ലാം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ അതേ ഇവിടെ നിന്ന ഈ ലേഡിയുടെ നല്ല ടേസ്റ്റുള്ള ഫുഡൊക്കെ ആയിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് പറയാനായിട്ട് ആ ലേഡിയുടെ, പക്ഷേ അവരുടെ ആ ടേസ്റ്റിനനുസരിച്ച് അവർ പിന്നെ ഇതിൽ ഫുഡിൽ കളർ ചേർത്തിട്ടുണ്ടായിട്ട് ഗ്രീൻ കളറ് ചേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും കളർ ചേർത്തത് നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ അതിന് ഇങ്ങനെ ടേസ്റ്റിൻ്റെ ഇത് വെച്ച് മാത്രം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, പക്ഷേ ആ ഗ്രീൻ കളറ് കുറച്ച് റൈസ് നല്ല ഗ്രീൻ കളറായിരുന്നു. ഇങ്ങനെ അവർ ഒരേ ഡെക്കറേഷൻ ഇങ്ങനെ ചെയ്തതനുസരിച്ചാണ് പച്ച കളറ് മഞ്ഞ കളർ അങ്ങനെയൊക്കെ കൊണ്ടുവന്നത്. പക്ഷേ കളർ ആഡ് ചെയ്ത് നമുക്ക് ഒരിക്കലും മാർക്ക് കൊടുക്കാൻ പറ്റില്ല. ഞാൻ നല്ല റൈസ് അവരുടെ അടുത്ത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി. അപ്പോൾ അവരുടെ അടുത്ത് പറയുകയും ചെയ്തു കളർ ചേർത്തത് ഞങ്ങൾക്ക് ഒരിക്കലും മാർക്ക് തരാൻ പറ്റില്ല അങ്ങനെയൊക്കെ. പിന്നെ സീ ഫുഡിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പേര് അധികം പേര് ഒരേ ടൈപ്പ് തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഇതെന്ന് പറഞ്ഞാൽ കടലിലെ എല്ലാ വിഭവങ്ങളും കൂടിയിട്ടുള്ള ഒരു ബിരിയാണി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം കൂടുതലും ആളുകൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോൺസ്, ക്രാബ്, പിന്നെ കൂന്തൾ, അങ്ങനെ അത് 3 മിക്സ് ചെയ്തിട്ടുള്ള ബിരിയാണി 5-6 പേര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഒരേ ടേബിളിൽ തന്നെ നമുക്കതെല്ലാം ഒരേ ടേസ്റ്റ് തന്നെയാണ് ഫീൽ ചെയ്തത്. പിന്നെ ഒരു ലേഡി കൊണ്ടുവന്നത് കുറച്ചൊരു വ്യത്യസ്ത ഒരു ഫ്ലേവർ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ടേസ്റ്റൊക്കെ. പക്ഷേ അതെല്ലാം നമുക്ക് അവർ വെറൈറ്റി ആയിട്ട് ചെയ്തതാണ്. പക്ഷേ അത് ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും ഒരു കോമ്പറ്റീഷന് നമ്മൾ ചെയ്തു, അപ്പോൾ വെറൈറ്റി ആയിട്ട് അവർ ചെയ്തതെന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരുപാട് പേര് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കിട്ടുന്ന ഒരു കിട്ടിയതായിരിക്കും അവർക്ക്. കാരണം ഒരു ടേബിൾ മൊത്തം ഇങ്ങനത്തെ സീ ഫുഡ് മിക്സ് ആയിട്ടുള്ള ബിരിയാണി ആയിരുന്നു. സാധാരണ കൂടുതൽ ചിക്കൻ, മട്ടൻ അങ്ങനെയൊക്കെ ആയിരിക്കും കൂടുതൽ കാണുക. പക്ഷേ ഇവിടെ സീ ഫുഡ് ആയിരുന്നു കേട്ടോ കൂടുതലും ഉണ്ടായിരുന്നത്. പിന്നെ മട്ടൻ ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു. മട്ടനും ബീഫൊക്കെ നല്ല ടേസ്റ്റുള്ള ബിരിയാണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ തസ്നീം സീസൺ ഇങ്ങനെ ജഡ്ജ്മെൻറ്റ് തുടങ്ങിയിരുന്നു. പക്ഷേ ഞാനിതെല്ലാം ഫോട്ടോ എടുത്ത് നമുക്കിപ്പോൾ ബോധ്യപ്പെടുത്തണമല്ലോ മാർക്ക് കൊടുത്തത് എന്തുകൊണ്ടാണ് മാർക്ക് കിട്ടിയതെന്ന്. നമുക്ക് മറ്റ് ആളുകൾ ചോദിക്കുമ്പോൾ അവർക്ക് പറയാനൊരു ഉത്തരം കണ്ടെത്തണം. അപ്പോൾ നമുക്ക് ഒരു പക്ഷേ ഓർമ്മ ഉണ്ടാവില്ല ഏത് ബിരിയാണിയാണ് എങ്ങനത്തെ ആയിരുന്നു അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഒരു തെളിവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫോട്ടോ എടുത്തു വെച്ചതും അവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി അവർ വന്ന് ഡൗട്ട് ചോദിക്കുമ്പോഴൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ ഫോട്ടോ എടുത്തു വെച്ചതും ഇതൊക്കെ. പക്ഷേ ആളുകളെ എനിക്കറിയില്ലല്ലോ, ഒരു പരിചയമില്ലാത്ത ആളുകളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും അങ്ങനെ കൂടുതൽ കാണില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ചില നമ്മൾ അറിയുന്ന സ്ഥലത്തൊക്കെ പോകുമ്പോൾ അങ്ങനെ ഒരു കമൻറ്റ് വരാറുണ്ട്, അറിയുന്നവർക്ക് കൊടുത്തു എന്നൊക്കെയുള്ള ഒരു ധാരണ പൊതുവേ ആളുകൾക്ക് ഉണ്ടാകും. പക്ഷെ അതൊക്കെ ഇല്ലാതിരിക്കാനും കൂടിയാണ് അവർ നമ്മളെ ദൂരെയുള്ള നമ്മളെ ജഡ്ജസിനായിട്ട് വിളിച്ചതും ഇതൊക്കെ. അപ്പോൾ 3 കാറ്റഗറിയിലും കൂടി 10 പേരുണ്ടായിരുന്നു കേട്ടോ ജഡ്ജസ്. അപ്പോൾ ഞങ്ങൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് മാർക്കറ്റിൽ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും കൂടി അവരുന്ന് സംസാരിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ സ്പോൺസേഴ്സ് അവരെയൊക്കെ ബഹുമാനിക്കുക, അവരെയൊക്കെ ആദരിക്കുകയും ഇതൊക്കെ ചെയ്യുന്നതും പിന്നെ നല്ല മാപ്പിളപ്പാട്ടും ഇതൊക്കെ ആയിരുന്നു കേട്ടോ. ഇന്ന് നമ്മളിവിടെ കാസർഗോഡ് സ്റ്റേ ആവുകയാണെങ്കിൽ നല്ല രസമായിരുന്നു, നമുക്ക് സമാധാനമായിട്ട് ഈ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷേ രാത്രി 12:30-ക്കാണ് എൻ്റെ ട്രെയിൻ. അപ്പോൾ പിറ്റേന്ന് പിള്ളേർക്ക് എക്സാം സ്കൂളിൽ പോകണം ഉണ്ണിക്കുകയും പിന്നെ അമ്മൂനാണെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് എക്സാം ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ളതിന് നമുക്ക് രാത്രി തന്നെ പോകേണ്ടി വന്നു. അപ്പോൾ രാവിലെ എത്താമല്ലോ എന്ന് എഴുതി. അപ്പോൾ ആ ഒരു ടെൻഷനിലാണ് നിൽക്കണത് കേട്ടോ. കാരണം അതിന് മുൻപ് തന്നെ ഇവിടുത്തെ ഇതെല്ലാം അവസാനിപ്പിച്ചിട്ട് വേണമല്ലോ ഇവിടുന്ന് പോകാനായിട്ട്. ഇടയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ, എൻ്റെ റിസൾട്ടൊക്കെ പറയണം. പിന്നെ അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ പകുതി മുക്കാൽ ആളുകൾ ഇവിടുന്ന് പോകും. അപ്പോൾ നമുക്ക് എന്തായാലും പ്രോഗ്രാം ലാസ്റ്റ് ഘട്ടത്തിലാണ് നമുക്ക് വിന്നറെ പ്രഖ്യാപിക്കാനും അവർക്ക് പ്രൈസ് കൊടുക്കാനും ഇതൊക്കെ കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം നമ്മളും അതിനൊപ്പം തന്നെ നിന്നേ പറ്റൂ. അപ്പോൾ പിന്നെ സമയം നമ്മളോട് നേരത്തെ പറഞ്ഞിരുന്നത് 10 മണി എന്നാണ് മാക്സിമം പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മൾ അങ്ങനെ അറേഞ്ച് ചെയ്യുന്ന ഒരു സമയത്ത് നമുക്ക് തീരണമെന്നില്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മളിവിടെ ക്ഷണിച്ചിരുന്ന ആൾ, ഷാ എന്നാണ് പേര്. അപ്പോൾ അത് BV റൈസിൻ്റെ മാനേജറാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹമാണ് നമ്മളെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തത്, ഇവിടെ പ്രോഗ്രാമിനായിട്ട് ഇൻവൈറ്റ് ചെയ്തതൊക്കെ. അപ്പോൾ റെയിൽ ഇന്ത്യ വിഷൻ എന്ന് പറഞ്ഞാൽ കാസർഗോട്ടെ ഒരു ചാനലാണ് നമ്മളുടെ സ്പോൺസറും ഇതൊക്കെ. പിന്നെ അവിടെയുള്ള കുറേ ബിസിനസ്
ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സിറ്റി ഗോൾഡ്, ഡേ ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ് പോലുള്ള കുറേ വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങൾ ഇതൊക്കെ പാർട്ട്ണർമാരായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയും ഫാമിലീനെയും ഇതൊക്കെ വിളിച്ചിട്ട് അവർ പ്രത്യേകം ആദരിക്കുകയും ഇതൊക്കെ ചെയ്യണ്ടായിരുന്നു. പിന്നെ അവരുടെ ബിസിനസ് വഴികളും ബിസിനസ് കാര്യങ്ങളും ഇതൊക്കെ സ്ക്രീനിൽ കാണിക്കുകയും പറയുകയൊക്കെ ചെയ്യണ്ടായിരുന്നു കേട്ടോ. എന്തുകൊണ്ട് നല്ലൊരു അവാർഡ് നൈറ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ റെയിൽ ഇന്ത്യ വിഷൻ്റെ ഒരു അവാർഡ് നൈറ്റും ഇതൊക്കെ ആയിരുന്നു അതിൽ. ഇവരൊക്കെ സംഘാടകരായിരുന്നു കേട്ടോ നമ്മളെ ഇൻവൈറ്റ് ചെയ്ത. അപ്പോൾ പിള്ളേരാണെങ്കിൽ കൂടുതൽ വീഡിയോ ഒന്നും ചെയ്തില്ല കേട്ടോ. അവർക്കും ടെൻഷനായിരുന്നു, ട്രെയിൻ മിസ്സാവും എന്ന് പറഞ്ഞാൽ അവരും ടെൻഷനിലിരിക്കുകയായിരുന്നു. പിന്നെ അവർക്ക് ക്ലാസ്സിൽ പോകണം അങ്ങനെയൊക്കെ. അപ്പോൾ അത് കാരണം കൂടുതൽ വീഡിയോസ് എടുത്തു. 4-5 സീനത്താണ് രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. രണ്ടുപേരെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി മൂന്നാം സ്ഥാനം അറിഞ്ഞു, രണ്ടാം സ്ഥാനം അറിഞ്ഞു. ഇനി ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മെറ്റീരിയൽസ്, ഡ്രൈ ഫ്രൂട്ട്സ്, സ്പൈസസ് ആൻഡ് മസാലാസ്, സീഡ്സ്, ചോക്ലേറ്റ്സ് തുടങ്ങിയവയെല്ലാം ഇന്ന് ഈ സഹോദരങ്ങൾ വിപണിയിൽ സജീവമാക്കിയിരിക്കുകയാണ്. സ്വാഗതം ചെയ്യുന്നു. ക്ഷണിക്കുകയാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ ഖാലിദ്. ഇന്ന് ഇവിടെ തിരക്കുകൾ മൂലം മാത്രം എത്താൻ സാധിച്ചിട്ടില്ല. ഇന്നത്തെ ഞങ്ങളുടെ സ്പോൺസേഴ്സിൽ ഒന്നാണ് റിയൽ ഇന്ത്യ വിഷന് വേണ്ടി ഷെരീഫിക്കേനെയും ഷാഹിനെയും കൂടി ജലീൽ കോയ് സാറിനെയും കൂടി ഞാൻ ഒന്ന് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. വിജയം കൊടുക്കാൻ വേണ്ടിയിട്ട് സമീർ അനീഫ്, മുംതാസ് ഷെരീഫ് എന്നിവരെ കൂടി വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ പൂക്കോയ തങ്ങൾ ഇവന്റ് കോർഡിനേറ്റർ 0 ഖദീജ ആലിയ, 0 ഖദീജ ആലിയ 0 ആണ് ബിരിയാണിയിലെ ടോപ്പിലെത്തിയിരിക്കുന്നത്. ഉണ്ടോ മാം? ഉണ്ടോ? യെസ്. നല്ലൊരു കൈയടി കൊടുത്തോണ്ട് തന്നെ ഞങ്ങളുടെ ബിരിയാണിയിലെ 3 വിജയികളെയും നമ്മളിവിടെ ഇതാ കണ്ടെത്തിയിരിക്കുകയാണ്. നമുക്ക് ആദ്യം തന്നെ അവർക്കുള്ള ഗിഫ്റ്റ്സ് കൊടുക്കാം, എന്നിട്ട് ലാസ്റ്റ് നമുക്ക് എല്ലാവരും സ്വഭാവം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നേരത്തെ നമ്മുടെ പ്രിയപ്പെട്ട MLA-യും ചെയർമാനൊക്കെ പറഞ്ഞത്. ഇനി മൂന്നാം സ്ഥാനമാണ്. ൽ ശ്രീ KA അബ്ദുൽ കരീമിന്റെയും ശ്രീ CA നൌഷാദിന്റെയും ദീർഘവീക്ഷണത്തോടെയുള്ള കാൽവെപ്പ് കാലാനുവർത്തിയായ ഒരു കച്ചവട സംസ്കാരത്തിന്റെ നാന്ദിയായി. അന്തർദേശീയമായ ഒരു ഷോപ്പിംഗ് അനുഭവം നാടിന്റെ കുതിപ്പിലും കിതപ്പിലും നാട്ടുകാരോടൊപ്പം നിൽക്കുകയെന്ന മഹനീയമായ ആദർശമാണ് ചെയർമാൻ ശ്രീ KA അബ്ദുൽ കരീം സിറ്റി ഗോൾഡിനു വേണ്ടി മുന്നോട്ട് വെച്ചത്. അശരണരായ മനുഷ്യരോടൊപ്പം അവരുടെ ആവശ്യങ്ങളിൽ കൂടെ നിൽക്കുക എന്നതാണ് ഒരു സ്ഥാപനത്തിന്റെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു, നമുക്ക് മൊമെന്റോ ഒക്കെ കിട്ടി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ പിന്നെ അവർ നേരെ ഹോട്ടലിൽ കൊണ്ടുവന്ന് എത്തിച്ചു. പിന്നെ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ തസ്നീത്താക്കാണെങ്കിൽ അവരുടെ റൂമിൽ നിന്നൊന്നും എടുക്കാനുണ്ടായിരുന്നില്ല കേട്ടോ. ബാഗ് ഉണ്ടായിരുന്നു. അവരന്ന് വൈകിട്ടാണ് അവിടെ എത്തിയത്. മലപ്പുറത്തായിരുന്നല്ലോ വീട്. അപ്പോൾ ഞങ്ങൾക്ക് മാത്രമാണ് ട്രെയിനിൽ അവിടെ റൂമിൽ നിന്ന് ഡ്രസ്സ് എടുക്കാനുണ്ടായുള്ളൂ. അപ്പോൾ ഞങ്ങളവിടെ ഡ്രസ്സൊക്കെ എടുത്ത് പിന്നെ അവിടെ എത്തി, ഓടിയെത്തി. പിന്നെ നോക്കിയപ്പോൾ ഇനി 10-20 മിനിറ്റ് ഉണ്ട് കേട്ടോ ട്രെയിന്. ആ ഒരു ടൈമിന് നമുക്ക് അവിടെ എത്താൻ കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി അവർ ഇങ്ങനെ നമ്മളുടെ അടുത്ത് പറഞ്ഞു. പക്ഷേ സമയമാണെങ്കിൽ തീരെ ഇല്ലാത്ത കാരണം വേണ്ടെന്നും പറഞ്ഞ് പോയോ. പിള്ളേർക്ക് കൊടുക്കാത്തതിൽ അവർക്ക് വിഷമമുണ്ടായി. പിന്നെ എൻ്റെ ഫ്രണ്ട് സെമി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ, കാസർഗോഡുള്ള സെമി ഫാമിലിയും കൂടി. പിന്നെ ഞങ്ങൾക്ക് ഫുഡിനെ കൊണ്ട് പിന്നെ അങ്ങോട്ട് വന്നിട്ടാ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ന് വേണ്ടെന്ന് പറഞ്ഞിട്ട് കേൾക്കില്ലായിരുന്നു. നിർബന്ധിച്ച് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഷവർമയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, ഡ്രിങ്ക്സും എല്ലാം വാങ്ങിച്ചു കൊണ്ടുവന്ന് തന്നു. പിന്നെ ഞങ്ങൾ ട്രെയിനിലിരുന്ന് അതൊക്കെ കഴിച്ചിട്ടാണ്. സാധാരണ ഞങ്ങൾ ആലുവയിലാണ് കേട്ടോ ഞങ്ങൾ ട്രെയിൻ ഇറങ്ങാറ്. ഞങ്ങൾക്ക് എളുപ്പം അതാണ്. പക്ഷേ ഇത് ആലുവയിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എറണാകുളത്ത് ഉണ്ടായിരുന്നുള്ളൂ, സൗത്തിൽ. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങാൻ കരുതി എന്തെങ്കിലും ആലുവയിൽ ഇറങ്ങിയില്ല. അപ്പോൾ നോക്കുമ്പോഴുണ്ട് ട്രെയിൻ പിന്നെ കുറേ സ്ഥലത്ത്. ഇന്നിപ്പോൾ ഞങ്ങൾ പോയ ആ ദിവസം തൃശ്ശൂർ പൂരം നടക്കുന്ന ദിവസമായത് കാരണം ഒരുപാട് സ്ഥലത്ത് പിന്നെ ട്രെയിൻ പിടിച്ചിടും. തൃശ്ശൂരിലേക്ക് കിടന്നപ്പോൾ പിന്നെ കുറേ സ്ഥലത്ത് ഇങ്ങനെ സ്റ്റോപ്പിൽ ഇങ്ങനെ നിർത്തിക്കൊണ്ടാണ് കേട്ടോ ട്രെയിൻ പോയത്. അപ്പോൾ അങ്ങനെ പിന്നെ എറണാകുളത്താണെങ്കിൽ ഹസ്ബൻഡ് ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. ഞങ്ങൾ വരുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്തിട്ടായിരുന്നു.
അങ്ങനെ ഞങ്ങൾ ഇരുന്ന് പിന്നെ അതേ സൗത്തിൽ ഇറങ്ങിയൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ ഞങ്ങളുടെ യാത്രയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു. ഞങ്ങളുടെ ആ യാത്രയിൽ ഇതൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. നമുക്ക് ഇങ്ങനെ നമുക്ക് മനസ്സിലെപ്പോഴും ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന നല്ല രസകരമായ ഒരു അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഹസ്ബൻഡ് കൂടെ ഇല്ലാതിരുന്ന ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും സമയം ഉണ്ടായില്ലല്ലോ. നമ്മൾ പിന്നെ അധികം ദിവസമൊന്നും അവിടെ നിന്നില്ലല്ലോ. അത് കാരണം വേറെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി അങ്ങനെ. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ബാക്കി